ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങളെ ബോറടിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ പറഞ്ഞാൽ ചിലർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കും, ചിലർ മറന്നു പോകും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന ദിവസമാണ് കേട്ടോ നാളെ. ഇന്ന് നടക്കും, നാളെ നടക്കും എന്നൊക്കെ ഇങ്ങനെ കാത്തിരുന്നു. ഏതായാലും നാളെയാണ് നമ്മുടെ അലീന അവിടെ നടന്ന സംഭവങ്ങളൊക്കെ മനുവിനോട് പറയാൻ പോകുന്നത്. അപ്പം ഇത്രയും ദിവസം നമ്മുടെ മനു ചോദിച്ചൊന്നുമില്ല. അലീനയെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി കാണും. ഈ ഒരു റിക്കവറൊക്കെ ചെയ്ത് വരണമല്ലോ, ആ ഒരു സിറ്റുവേഷനിലല്ലായിരുന്നോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അലീനയോട് ചോദിച്ചൊന്നുമില്ല. ഇപ്പം ഏകദേശം ഓക്കെ ആയി, ഡോക്ടറും പറഞ്ഞു ഓക്കെ ആയി, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മുടെ മനു ധൈര്യമായിട്ട് അലീനയോട് ചോദിക്കുന്നത്. വൈജയും കമലയും ആണെങ്കിൽ എന്റെ പൊന്നോ, മനുവിനും ബാലേന്ദ്രനും സമാധാനം കൊടുക്കുന്നില്ല. ഈ അലീന എന്തോ കൈവശം കലക്കി കൊടുത്തെന്നാ പറയുന്നത്. അതും അവിടുന്ന് വന്ന വഴിക്ക് എന്തോ കൈവശം കലക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അലീനയുടെ പുറകെ മാറാതെ ബാലേന്ദ്രനും മനുവും നടക്കുന്നതെന്നാണ് അവരുടെ പുതിയ കണ്ടുപിടുത്തം. അവരിങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കും. കാരണം ഇഷ്ടമില്ലാത്ത അച്ഛ തൊട്ടതെല്ലാം കുറ്റം എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ്. അലീന എന്ത് ചെയ്താലും കുറ്റമാണ്. ഇനിയിപ്പൊ അവരെയല്ല ആരലീനയുടെ അലീനയെ സ്നേഹിച്ചാലും അവർക്ക് അങ്ങനെ പറയാനായിട്ട് പറ്റത്തുള്ളൂ. അത് ചെറിയ കുശുമ്പ്, കുഞ്ഞായ്മ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ, അത് ചില പെണ്ണുങ്ങൾക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അലീനയോട് ചെറിയ കുശുമ്പല്ല, വലിയ കുശുമ്പ് തന്നെയുണ്ട്. മാത്രമല്ല നമ്മുടെ വൈജയുടെ നിലനിൽപ്പിന് ഇനിയിപ്പോ അലീന അവിടെ നിന്നാൽ ശരിയാവില്ലെന്നറിയാം. അപ്പൊ അലീനെ അവിടെ നിന്നെങ്കിലും പറഞ്ഞയക്കണമല്ലോ. അലീന അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിലനിൽപ്പിന് ശരിയാവില്ല. ആഗ്രയിൽ പോയ കാര്യങ്ങളൊക്കെ അലീനയ്ക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഒത്തിരി നാൾ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അലീനെ അവിടെ എന്തെങ്കിലുമൊക്കെ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാലോ, അതുപോലെ രഹസ്യങ്ങളും സത്യങ്ങളും തെളിയാൻ കിടക്കുകയാണ് വൈജയുടെ. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അങ്ങനെ നമ്മുടെ അലീന ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം ഡോക്ടർ റൗണ്ട്സിന് വീണ്ടും വരികയാണ് കേട്ടോ. അപ്പൊ ആദ്യം ഒന്ന് ഡോക്ടർ വെറുതെ വന്ന് കണ്ടു. അലീനയെ അത്രയ്ക്ക് വേണ്ടപ്പെട്ടതായോണ്ടാണ് ഡോക്ടർ വന്ന് കണ്ടത്. പിന്നെ റൗണ്ട്സിന് ഡോക്ടർ ഒന്ന് വന്നു. റൗണ്ട്സിന് വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തൊക്കെ നോക്കിയപ്പോൾ അലീന ഓക്കെ ആയല്ലോ. ഇത്ര പെട്ടെന്ന് ഓക്കെ ആവുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ. കുട്ടിയുടെ മനഃശക്തി തന്നെ ഇതിന് കാരണം. ഏതായാലും ഓക്കെ ആയിട്ടുണ്ട് കുട്ടി എന്ന് പറഞ്ഞു. ഇപ്പം ഡോക്ടറിനോട് ഒരുപാട് നന്ദി പറയാണ്. ഡോക്ടറെ ഒരുപാട് നന്ദിയുണ്ട്. ആ ഒരു സിറ്റുവേഷനിൽ ഡോക്ടർ അല്ലേ അലീന ഇവിടെ കൊണ്ട് എത്തിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സംഭവിച്ചേനെ എന്ന് പറഞ്ഞപ്പം ഈ നന്ദിയൊക്കെ പറയുന്നത് എന്തിനാടോ, ഞാനൊരു ഡോക്ടറാണ്, എന്റെ എത്തിക്സിന് നിരക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഞാൻ ചെയ്യുന്നത്. ഒരു രോഗി എന്റെ മുമ്പിൽ വന്ന് വെട്ട് കഴിഞ്ഞാല് ആ രോഗിനെ രക്ഷപ്പെടുത്തുക എന്നത് എന്റെ കടമയാണോ, അതല്ലേ ഞാൻ ചെയ്തത്. ഏതായാലും അലീനയ്ക്ക് ഇപ്പൊ യാതൊരു പ്രശ്നവുമില്ല. അലീനയുടെ എല്ലാം നോർമൽ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും 2 ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലും പോകാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഗുഡ് അലീന എന്നൊക്കെ പറഞ്ഞ് തലയിൽ ഇങ്ങനെ തടവിയിട്ടൊക്കെയാണ് ഡോക്ടർ അങ്ങ് പോകുന്നത് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീന ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ മനു ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ മനുവിന്റെ മെമ്മറിയിൽ എന്തൊക്കെയോ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അലീന ചോദിക്കുകയാണ്, എന്താ മനുവേട്ടൻ ചിന്തിക്കുന്നതെന്ന്. അപ്പൊ നമ്മുടെ മനു ചോദിച്ചു, അല്ല അലീനെ, ഞാൻ ഇതുവരെ നിന്നോടൊന്നും ചോദിച്ചില്ല. അത് വേറെ ഒന്നും കൊണ്ടുമല്ല, നിന്റെ സിറ്റുവേഷൻ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നോടൊന്നും ചോദിക്കാത്തത്. നീ ഇപ്പം എല്ലാത്തിൽ നിന്നും റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കാം, എനിക്കൊരു കാര്യം അറിഞ്ഞേ പറ്റൂ. നീ എന്നോട് സത്യം പറയണം. നീ എന്നോട് സത്യം പറഞ്ഞില്ലേ നീ വേറെ ആരോട് സത്യം പറയാനാ? നീ പറഞ്ഞിട്ടില്ലേ ഞാൻ മാലാഖയാണെന്നോ ദൈവദൂതനാണെന്നോ, നിന്റെ ജീവിതത്തിൽ വന്ന ദൈവദൂതനാണെന്നൊക്കെ. നീ ദൈവത്തിനോട് കള്ളം പറയുവോ? ഇല്ല മനുവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? എന്താ മനുവേട്ടനോട് ഞാൻ പറയേണ്ടത്? എന്നോട് എന്താ ചോദിക്കാനുള്ളത്? മനുവേട്ടൻ എന്ത് ചോദിച്ചാലും ഞാൻ കള്ളം പറയില്ല. എങ്കിലേ എന്നോട് പറ. അന്ന് നടന്ന സംഭവം, നിന്റെ വയറ്റില് കത്രിക കുത്തിക്കയറ്റിയത് ആരാ? എനിക്കറിയണം. അതാരാണെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം, നീ പോലീസിനോട് പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചെന്ന് ഓർത്താണോ നീ ഇരിക്കുന്നത്? ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ യാതൊരു വഴിയില്ല. മാത്രമല്ല എന്തൊക്കെയോ ദുരൂഹത നടന്നിട്ടുണ്ട്. ആരെയൊക്കെയോ രക്ഷിക്കാൻ നീ നോക്കുന്നുണ്ട്. അതും കൊണ്ട് പറഞ്ഞേ പറ്റൂ. എന്താണെന്നുള്ള സത്യം നീ തുറന്ന് പറ അലീന എന്ന് പറഞ്ഞു. അലീനയുടെ കൈയും കാലും അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങിട്ടോ. അലീനയ്ക്ക് എന്തു പറയണമെന്നറിയില്ല. കള്ളം പറഞ്ഞാൽ മനുവിന് മനസ്സിലാകും. ഒന്നാതെ അലീനയ്ക്ക് കള്ളം പറയാൻ അറിയത്തില്ല. മുഖത്ത് നോക്കിയാൽ നമ്മുടെ അലീന കള്ളം പറയുന്നതല്ലെന്ന് മനസ്സിലാകും, കള്ളം പറയുന്നതാണെന്ന് മനസ്സിലാവും. സോറി കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അലീന ബബ്ബ വെച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അലീനയ്ക്കാണെങ്കിൽ എന്ത് പറയണമെന്ന് അറിയില്ല. അലീന പറയുന്നു, അല്ല മനുവേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? മനുവേട്ടൻ ഞാൻ പറഞ്ഞല്ലോ, അതാന്നേ സത്യം.
ദേ അതാണ് സത്യം ഇതാണ് സത്യം എന്ന് പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറാനൊന്നും നോക്കണ്ട. എന്നോട് സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. എന്താ അന്ന് അവിടെ ഉണ്ടായത്, എന്താ ഉണ്ടായത്, തുറന്നു പറ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറഞ്ഞു, അത് പിന്നെ മനുവേട്ടാ, ഞാനതിപ്പോഴ് മനുവേട്ടനോട് എങ്ങനെയാ പറയാ മനുവേട്ടാ, മനുവേട്ടൻ വിചാരിക്കുന്നത് പോലെ ഒന്നും നടന്നിട്ടില്ലെന്നേ. ഞാൻ പറഞ്ഞില്ലേ, ഞാന് ആ തോർത്തെടുത്ത് കത്രിക ഇങ്ങനെ എടുത്ത് ആ നൂല്, വേണ്ട വേണ്ട, നീ ഒരുപാട് വിഷമിച്ച് കള്ളം പറയാൻ വേണ്ടി ശ്രമിക്കണ്ട. അലീനെ, സത്യം പറഞ്ഞോ നീ, അവിടെ എന്താ നടന്നത്, എന്താ അവിടെ ഉണ്ടായതെന്ന് സത്യം പറ. ആ സമയത്ത് അവിടെ രോഹിത് ഉണ്ടായിരുന്നോ? ഇത് കേട്ടതും അലീനയ്ക്ക് വീണ്ടും കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങി കേട്ടോ. അലീന അങ്ങനെ, അത് പിന്നെ മനുവേട്ടാ, ഞാൻ മനുവേട്ടനോട് സത്യം പറയാം. പക്ഷേ മനുവേട്ടന് എനിക്ക് വാക്ക് തരണം. മനുവേട്ടന് ഇതാരോടും പറയില്ല എന്നും ഇതാരും അറിയില്ല എന്നും എനിക്ക് വാക്ക് തരുമോ മനുവേട്ട എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, നീ ആദ്യം സത്യം പറ. അല്ല മനുവേട്ടൻ, എനിക്ക് വാക്ക് തന്നേ പറ്റൂ. സത്യം ഞാൻ പറയാം. പക്ഷേ ഒരു ആളും, ഞാനും മനുവേട്ടനും അല്ലാതെ വേറൊരാള് ഈ കാര്യം അറിയാൻ പാടില്ല എന്നും പറഞ്ഞ് നമ്മുടെ മനുവിന്റെ കയ്യിൽ നിന്ന് അതായത് കൈ നീട്ടാണ്, സത്യം വാക്ക് താ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വാക്ക് കൊടുക്കുകയാണ്. മനു വാക്ക് കൊടുത്തപ്പോഴത്തേക്കും അലീന പറഞ്ഞു, എനിക്കറിയാം മനുവേട്ടൻ പറഞ്ഞതാ, വാക്ക് പറഞ്ഞതാ. അന്ന് എന്താ നടന്നതെന്ന് വെച്ചാല്, അന്ന് 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 നടന്നത്, അന്ന് രോഹിത് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ചു വന്നു. എവിടെന്ന്? കോളേജ് ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട്, അല്ല അന്ന് മനുവേട്ടൻ വന്ന ദിവസമില്ലേ, ആ ദിവസം തന്നെ. ആ ദിവസമാണല്ലോ നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്. ആ ദിവസം തന്നെ രോഹിത് വന്നത് കോളേജ് ഇല്ലെന്നും പറഞ്ഞുകൊണ്ടാ. എന്നിട്ട് രോഹിത് എന്നോട് കുറച്ച് നാരങ്ങ വെള്ളം തരാൻ പറഞ്ഞു. ഞാൻ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊണ്ടു കൊടുക്കാൻ വേണ്ടി ആ റൂമിൽ കയറിയപ്പോഴാ ആ റൂമില് മനുവേട്ടന്റെ അനിയൻ ഹരി ഉണ്ടായിരുന്നു. എന്നിട്ട് എന്ന് പറഞ്ഞിട്ട് കഥകളൊക്കെ അങ്ങ് പറയുകയാണ് കേട്ടോ. കഥ പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് ഇതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ ഇത് കണ്ടതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നാളെ പറയുമ്പോഴത്തേക്കും ഒക്കെ ഓടിച്ചു വിട്ടാ പറയുന്നത്, ഒന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇങ്ങനെ കാണിച്ചങ്ങ് പറപ്പിച്ച് വിട്ടാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയിപ്പോ പറഞ്ഞു ബോറാക്കുന്നില്ല. അപ്പൊ അലീന ഇങ്ങനെ പറയാണ്, നടന്ന സംഭവങ്ങളും മൊത്തം പറഞ്ഞു കേട്ടോ. മൊത്തം പറഞ്ഞതും കേട്ടോണ്ടിരുന്ന നമ്മുടെ മനുവിന് കൈയൊക്കെ ചുരുട്ടി പിടിച്ച് കലിച്ച നമ്മുടെ മനു നിൽക്കുന്നത്. മനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അലീന ഇതെല്ലാം പറഞ്ഞു തീർന്നത് മനുവേട്ടാന്ന് അലീന വിളിക്കുന്നുണ്ട്. പക്ഷെ മനു ഒരക്ഷരം മിണ്ടുന്നില്ല. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അലീനയോട് ചോദിച്ചു, നീ എന്തിനാ ഇതൊക്കെ നീ എന്തിനാ പോലീസിനോട് പറയാതിരുന്നത്? നിന്നെ ഒരാൾ ഉപദ്രവിക്കാൻ തുടങ്ങി, അത് നീ പോലീസിനോട് തുറന്നു പറയല്ലേ ചെയ്യേണ്ടത്? ഹേയ്, അങ്ങനെ ചെയ്യാൻ മാത്രം നന്ദിയില്ലാത്തവളാണോ മനുവേട്ട ഞാൻ നിൽക്കുന്ന വീട്ടിലെ, അതും എൻ്റെ അനിയൻ, അല്ല എൻ്റെ അനിയനെ പോലെ ഞാൻ കാണുന്ന രോഹിത്, അതുപോലെ എൻ്റെ അച്ഛനെ പോലെ കാണുന്ന എൻ്റെ സാറ്, അതുപോലെ വൈജ മേഡം, പിന്നെ മുത്തശ്ശി, പിന്നെ ആ വീട്ടുകാര്, അതുപോലെ മനുവേട്ടൻ, ഞാൻ പോലീസിനൊരു മൊഴി കൊടുത്തു കഴിഞ്ഞാലേ ഇവർക്കെല്ലാവർക്കും നാണക്കേടല്ലേ ഉണ്ടാവുകയുള്ളൂ. എല്ലാവരും നാണം കെടില്ലേ? എല്ലാവരും നാണം കെട്ട് വിളറി വെളുത്ത് നിൽക്കും. പോലീസായി, കേസായി, കോടതിയായി, ഹേയ്, പിന്നെ എല്ലാവരും പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വരും. ഒന്ന് ഓർത്ത് നോക്കിയേ ബാലേന്ദ്രൻ സാറിൻ്റെയൊക്കെ ഒരു അവസ്ഥ. മകൻ ഒരു പെണ്ണിനെ പീഡിപ്പിക്കാൻ പോയിന്ന്. അതുമാത്രമല്ല മനുവേട്ടൻ്റെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയേ. മനുവേട്ട രോഹിത്തിന്റെ ഭാവിയും ഹരിയുടെ ഭാവിയും പിന്നെ എന്താവും? അവര് അറിവില്ലാതെ എന്തൊക്കെയോ ചെയ്യുന്നു, കാട്ടിക്കൂട്ടുന്നു. അപ്പൊ പിന്നെ ഞാൻ വീണ്ടും അവരെ കുറ്റപ്പെടുത്തിയാല് അത് ശരിയാവില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ പോലീസിനോട് സത്യം തുറന്നു പറയാതിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആരുടെയും കാര്യം ആരോടും പറയാത്തത്. അതുകൊണ്ട് ഇതൊരിക്കലും പുറത്തു പോകരുത് മനുവേട്ട, ഇതാരും അറിയരുത്. എങ്കിലും അലീന, നീ നിന്റെ മാനത്തിനു വേണ്ടി നിനക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നൊരവസ്ഥ, അതും എൻ്റെ അനിയനും എൻ്റെ വീട്ടുകാരും ഒക്കെ കാരണം നീ. അതൊന്നും സാരമില്ല മനുവേട്ടൻ ഇതാരോടും പറയരുത്. ഒരിക്കലും ഇതാരും അറിയില്ല. അവർക്ക് അറിവില്ലായ്മ കാരണം അവരെന്തൊക്കെയോ ചെയ്തു. അവരെ പറഞ്ഞു തിരുത്താനായിട്ട് പറ്റും. ഞാൻ രോഹിത്തിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മാറ്റിക്കോളാം. പിന്നെ ഹരിയുടെ കാര്യം, അവന് ഇച്ചിരി റോങ് തന്നെയാ. അവനെ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങൾ മാറ്റണം. അവൻ്റെ ഈ സ്വഭാവം പാടെ മാറ്റിച്ചേ പറ്റൂ. ഈ ഒരു സ്വഭാവത്തോടെ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവൻ മാത്രമല്ല
അവന്റെ കൂട്ടുകൂടി നടക്കുന്ന എല്ലാ ആണുങ്ങളും വഴിപഴച്ചു പോവും. മനുവേട്ടന്റെ അനിയനാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ലാഞ്ഞിട്ടാ ഞാൻ പറയുന്നത്. പക്ഷെ ഈ കാര്യം ആരും അറിയരുത്, ആരോടും പറയരുത് എന്നൊക്കെ പറയാണ്. ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മനുവിന് കാലും കയ്യും ഒക്കെ തരിച്ച് വേർച്ച് വരുന്നുണ്ട് കേട്ടോ. ഏതായാലും മുഴുവനും കേട്ടിട്ട് അലീനോട് ചോദിക്കുന്നുണ്ട്, എന്തിനായിരുന്നു നീ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി നീ എന്തിനായിരുന്നു പോലീസിനോട് നുണ പറഞ്ഞ്? നിന്റെ മനസ്സ് എന്താ അലീന ഇങ്ങനെയായി പോയത്? നിനക്ക് എങ്ങനെയാ നിന്റെ വയറിൽ കത്രിക കുത്തി ഇറക്കാനായിട്ട് തോന്നിയത്? എനിക്കറിയാം ആ സാഹചര്യം എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, നീ നിന്റെ ജീവൻ പണയം വെച്ചാ കളിച്ചത്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നന്നായിട്ട് അറിയാം. അല്ല മനുവേട്ടൻ ഇത് ഞാനിത് ആരോടും പറയുന്നില്ല. പക്ഷേ ഇതറിയാവുന്ന രണ്ടുപേരുണ്ടല്ലോ, രോഹിത്തും എന്റെ പൊന്നനിയൻ ഹരിയും. അവനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവനെ ഞാൻ അല്ലെങ്കിലും പിടിക്കണം എന്നോർത്ത് തന്നെയായിരുന്നത്. അവനിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മനു നേരെ പോവാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോഴത്തേക്കും അറിയാലോ, നമ്മുടെ കമല കാത്തിരിക്കുകയാണ് മനുവിനെ. മനു വന്നിട്ട് വേണമല്ലോ മനുവിനെ 2 വർത്താനം പറയാനായിട്ട്. അങ്ങനെ മനു വണ്ടി എടുത്ത് കറങ്ങി പിടിച്ച് അവിടെ ചെന്നു. വണ്ടിയൊക്കെ ഇങ്ങനെ ഒരപ്പിച്ച് ചെല്ലുന്നു, ഇറങ്ങുന്നു. ഇറങ്ങിയ ഉടനെ തന്നെ നമ്മുടെ മനു അല്ല സോറി അത് തന്നെ, മനു അകത്തേക്ക് കയറി പോകുന്നു. അപ്പൊ കമല നിക്കട അവിടെ എന്ന് പറയാണ്. അപ്പോഴത്തേക്കും മനു അവിടെ മനു നിന്നിട്ട് എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എടാ നീ കഴിഞ്ഞോ, നിന്റെ കൂട്ടിരിപ്പ് കഴിഞ്ഞോ? എടാ നാണം ഉണ്ടോടാ കണ്ട വേലക്കാരികൾക്ക് പോയി കൂട്ടിരിക്കാനായിട്ട്? എനിക്ക് ഓർത്തിട്ട് തന്നെ എന്തോ പോലെ തോന്നുക. നിന്റെ ആരായിട്ടാടാ നീ അവിടെ പോയി അവർക്ക് കൂട്ടിരുന്നത്? നാട്ടുകാരറിഞ്ഞാൽ എന്താടാ വിചാരിക്കുക? നിന്റെ ഭാവി എന്റെ ഭാവിനെ കുറിച്ച് ഇവിടെ ഒന്നും മിണ്ടരുത്, ആരും ഒന്നും മിണ്ടിപ്പോകരുത്. ഭാവി അതെ, മക്കളെ നന്നായിട്ട് വളർത്താൻ അറിയത്തില്ലാത്തവരോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളെ നന്നായിട്ട് വളർത്താൻ അറിയത്തില്ലെന്നോ? നീ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? ഞാൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നതെന്ന് ഇപ്പൊ ഒരു ബോധവും എനിക്കില്ല. അതുകൊണ്ടേ അമ്മയങ്ങ് മാറി നിൽക്ക്, എന്നെ കൂടുതൽ ഭരിക്കാൻ വരണ്ട. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ വഴിപഴച്ചു പോയിട്ടില്ല. അല്ല നീ എന്തൊക്കെ വിളിച്ചു പോകുന്നതെന്നാ ഞാൻ ചോദിച്ചത്. എടാ നീ അവളുടെ അടുത്ത് പോയിരുന്നത് നല്ലതാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇനി അലീനയെ കുറിച്ച് ആരും ഇവിടെ ഒന്നും മിണ്ടിപ്പോകരുത്. അലീനയെ കുറിച്ച് പറയാനുള്ള യോഗ്യത, അലീനയുടെ പേരുച്ചരിക്കാനുള്ള ഒരു യോഗ്യത നിങ്ങളുടെ നാവിനില്ല. മാറി നിൽക്കാനാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനു അകത്തേക്ക് കയറി പോവുകയാണ്. അകത്തേക്ക് കയറി പോയിട്ട് നേരെ ഹരിയുടെ വാതിലെ ചെന്ന് മുട്ടുന്നു. നമ്മുടെ ഹരി വാതിൽ തുറക്കുന്നു. നേരെ റൂമിൽ കയറി വാതിൽ അടച്ചിട്ട് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. തലങ്ങനും വിലങ്ങനും അടിയോ അടി. നമ്മുടെ ഹരിയെ പഞ്ഞിക്കിട്ട് ഒരു വിധത്തിലാക്കാൻ കേട്ടോ. നമ്മുടെ ഹരിയല്ല, നമ്മുടെ ഹരി എന്ന് പറയാൻ വരെ അറപ്പാവും ആ ക്യാരക്ടറിനോട്. അപ്പം ഹരീനെ പഞ്ഞിക്കിട്ട് ഒരു പരുവാക്കുക. എണ്ണി ഓരോന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹരിയുടെ കാര്യത്തിന് ഒരു തീരുമാനം ആക്കുന്നുണ്ട്. ഇനിയിപ്പം രോഹിത്തിന്റെ കാര്യത്തിനും കൂടെ തീരുമാനം ആകാനുണ്ട്. ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, കറണ്ട് ഇപ്പോൾ വന്നത് ഉള്ള ഇടയ്ക്ക് കറണ്ട് പോയായിരുന്നു. അതാട്ടോ ചെറിയ മങ്ങിയ രീതിയിലൊക്കെ കണ്ടത്. അപ്പൊ ഏതായാലും ഞാൻ ഇനി പറഞ്ഞു കുളവാക്കുന്നില്ല, എല്ലാവരും കാത്തിരിക്കുക. ഈ ഒരു എപ്പിസോഡ് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്നുകൂടെ പറഞ്ഞതായിരുന്നു. നെക്സ്റ്റ് വീക്ക് പ്രമോയിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നി ഈ എപ്പിസോഡല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കൂടുതൽ പറഞ്ഞു കുളവാക്കാൻ നിൽക്കുന്നില്ല. എല്ലാവരും കാത്തിരിക്കുക. നമ്മൾ ഡെയിലി എന്നും പ്രമോ ഇടുന്നുണ്ട് കേട്ടോ. വൈകിട്ട് ഒരു 7:30 കൂടിയാണ് നമ്മൾ എന്നും പ്രമോ ഇടുന്നത്. ഫുൾ വിശേഷം നമ്മൾ ചെയ്യാത്തത്. നമ്മൾ ഫുൾ വിശേഷം തന്നെയാണ് വൈകിട്ട് പ്രമോ ആയിട്ട് ഇടുന്നത്. അപ്പൊ പിന്നെ നമ്മൾ രാവിലെ ഫുൾ വിശേഷം ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫുൾ വിശേഷം ചെയ്യാത്തത്. കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്താണെന്ന്. നമ്മൾ വൈകിട്ട് ഇടുന്നത് തന്നെയാണ് രാവിലെ വരുന്നത്. അപ്പൊ അതാണ് ഫുൾ വിശേഷം ചെയ്യാത്തത്. വീണ്ടും പറഞ്ഞു ബോറാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും പോകുന്നതിന് മുമ്പ് ഒരു ലൈക്ക് അടിച്ചിട്ട് പോവുക. പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഹൈപ്പ്. നിങ്ങളുടെയൊക്കെ ഫോണിൽ വന്ന് കാണൂലേ. പിന്നെ ആർക്കെങ്കിലും ഇംഗ്ലീഷിൽ ഞാൻ പറയുന്നത് അങ്ങനെ ഇംഗ്ലീഷിന്റെ ഒരു ട്രാൻസ്ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേക്കണേ. അത് ഞാൻ ഇംഗ്ലീഷ് പറയുന്നതല്ല, ഞാൻ അത്രയ്ക്ക് ഇംഗ്ലീഷ് എക്സ്പെർട്ട് ആയിട്ട് പറയാൻ പഠിച്ച ഒരാളൊന്നുമല്ല. അപ്പൊ കുറെ പേര് പറയുന്നുണ്ട് ഇത് എന്താ ചിന്നു ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. ഞാനല്ല, നമുക്കിപ്പോൾ യൂട്യൂബിൽ പുതിയൊരു ഇത് വന്നേക്കുന്നതാണ് കേട്ടോ. ഒരു അപ്ഡേറ്റ് കയറി വന്നേക്കുന്നതാണ്. ആ ഇംഗ്ലീഷിന്റെ ഓപ്ഷൻ ഞാൻ മാറ്റിയിട്ടിട്ടില്ല. അതേതായാലും ഉടനെ തന്നെ മാറ്റാട്ടോ. അപ്പൊ ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്, കൂടെ ഒരു ഹൈപ്പും കൂടി.